നിങ്ങളാർക്കും ഞാൻ കാര്യം പറഞ്ഞേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ഞാനില്ലേ 1.5 കൊല്ലം മുന്നേ ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ടൈം 10 വയസ്സ് മുമ്പ് ഇങ്ങനെ സംഭവങ്ങൾ വേണം, ഇങ്ങനെ ആവണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ആക്കണം വിചാരിച്ച കാര്യങ്ങളുണ്ട്. ഇത് 1.5 കൊല്ലം മുന്നേ വിചാരിച്ച കാര്യങ്ങൾ. അതെന്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ പറച്ചോനോട് ഞാൻ സ്റ്റേജിൽ പറഞ്ഞോ, ആ കാര്യങ്ങളൊക്കെ ഒരു വലിയ പുള്ളി വെച്ചാൽ അധികേ തന്നിട്ടുള്ളൂ. ഇവിടെ കുറച്ചില്ല. നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മദീന പള്ളിയിൽ ഘാതകന്റെ വിഷമൂർന്ന കുത്തേറ്റ് ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. പള്ളിയിൽ ആ നേരം ഒരുമിച്ച് കൂടിയ എല്ലാ സ്വഹാബികളും വിഷമത്തിലാണ്. അന്നേരം ഒരുത്തന്റെയും വെളിനാവും ഖലീഫയെ പിടിച്ചുണർത്തിയില്ല. ഒരുത്തന്റെ ആശ്വാസവാക്ക് പോലും ഖലീഫക്ക് ബോധം നൽകിയില്ല. ഖത്താബിന്റെ കഴുത് നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ അതേ സ്വഹാബി കാലഘട്ടം, അതല്ലെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് 1ാമത്തെ കുതിരസവാരി തിരിച്ച് വീട്ടിലേക്ക് പോയി റിപ്പീറ്റ് അടിച്ചു വരുന്ന സമയത്ത് ഇനി മുഹമ്മദിനെ ആരെങ്കിലും തൊട്ടാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നഷ്ടം എല്ലാ സ്വഹാബിമാരുടെ മുഖത്തും ഭയങ്കര അഗാധമായ സങ്കടം മൂളിക്കെട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് മദീന പള്ളിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മദീന പള്ളിയിൽ കൂടിയിരുന്ന സ്വഹാബികളുടെ മുഖത്തെ സങ്കടം കണ്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, ഈ ഖലീഫയെ ഇപ്പോൾ ഉണർത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആരെങ്കിലും അദ്ദേഹത്തിന്റെ ചവിട്ടിൽ പോയിട്ട് അസ്വലാത്തു ഖലീഫ, പ്രിയ ഖലീഫ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഖലീഫ എഴുന്നേൽക്കും. അത് കേട്ട ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ ചവിട്ടിൽ പോയിട്ട് ചെവിയിൽ പോയിട്ട് പ്രിയപ്പെട്ട ഖലീഫ അസ്വലാത്തു നിസ്കാരം എന്ന് കേട്ട സമയത്ത് ഖലീഫ ചാടി എഴുന്നേൽക്കുകയാണ്. എല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞില്ലേ? പടച്ചറപ്പേ, വിഷം കുത്തി വിഷം ഒലിച്ചിറങ്ങിയ തൻ്റെ ബോഡിയിൽ, തൻ്റെ ശരീരത്തിൽ ബോധം കെട്ടുകിടക്കുന്ന പ്രിയപ്പെട്ട ഖലീഫയെ പോലും അസ്വലാത്തു നിസ്കാരം എന്നുള്ള വിളിനാമം ബോധം നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, അതാ ആയിട്ട് 5 വക്ത് കറക്റ്റായിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വിജയമുണ്ട്. ലൈഫ് ടൈം സെറ്റിൽമെന്റ് പടച്ച റബ്ബ് തരും. അത് നമുക്ക് തന്ന ഗിഫ്റ്റാണ്. അത് സ്നേഹത്തോടെ നമ്മൾ സ്വീകരിച്ചാൽ പടച്ച റബ്ബ് നിങ്ങൾ ഒരിക്കലും കൈവിടില്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യമായി ഒരു മുസ്ലിമായ വിശ്വാസിയോട് ചോദ്യം ചെയ്യുക 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണെങ്കിൽ നിസ്കരിക്കൂ. നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ട്.